കളർക്കോട് അപകടത്തിൽ കാർ വാടകയ്ക്കെടുത്തത് തന്നെയെന്ന് പോലീസിന്റെ സ്ഥിരീകരണം. കാർ ഓടിച്ച ഗൗരി ശങ്കർ ഉടമയ്ക്ക് 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് നൽകിയതിന്റെ തെളിവ് ലഭിച്ചു. വാടകയ്ക്കല്ല, സൗഹൃദത്തിന്റെ പേരിൽ വാഹനം നൽകിയെന്നായിരുന്നു ഉടമയുടെ മൊഴി. ഷൈജു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തുടരുന്നുണ്ട്. ഷൈജു, ഇന്നലെ ഈ ഉടമയുടേതായി വന്ന മൊഴി അപ്പാടെ തകിടം മറിയുന്ന രീതിയിലുള്ള സ്ഥിരീകരണമാണല്ലേ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്? അങ്ങനെയാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ സ്നേഹ സൂചിപ്പിച്ചതുപോലെ ഈ കാർ ഉടമ നൽകിയ പല മൊഴികളും അതിൽ കള്ളമുണ്ട് എന്നൊരു കണ്ടെത്തൽ പോലീസ് നടത്തിയിരിക്കുന്നു. പോലീസ് മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പും. കാരണം കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് ഇത് വാടകയ്ക്ക് കൊടുത്തതാണെന്നും ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന് വാടകയ്ക്ക് വാഹനം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നെന്നും കൊലക്കേസ് പ്രതിക്ക് ഓടിച്ചിരുന്ന വാഹനം മുമ്പ് ഇയാളുടേതാണ് എന്ന കണ്ടെത്തൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ആർടിഒ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം വാടകയ്ക്ക് പൈസ വാങ്ങി വാടകയ്ക്ക് കൊടുക്കില്ല എന്ന അദ്ദേഹത്തിന്റെ വാദം അക്ഷരാർത്ഥത്തിൽ പൊളിക്കുന്നതാണ് ഇപ്പോഴുള്ള കണ്ടെത്തൽ. ഇത് വാഹനം ഓടിച്ച ഗൗരി ശങ്കർ 1000 രൂപ ഗൂഗിൾ പേ വഴി വാഹന ഉടമയായ ഷാമിൽ ഖാൻ കൈമാറുന്നതിന്റെ രേഖ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹന ഉടമയെയും പ്രതി ചേർക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിനകത്ത് ഗൗരി ശങ്കർ എന്ന മെഡിക്കൽ വിദ്യാർത്ഥിയാണ് കാർ ഓടിച്ചത്. കാർ ഓടിച്ച മെഡിക്കൽ വിദ്യാർത്ഥിയെ 1ാം പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന KSRTC ഡ്രൈവറെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം കേസ് മുന്നോട്ട് പോകുമ്പോൾ എഫ്ഐആറിൽ തിരുത്തലുണ്ടാകുമെന്ന് നേരത്തെ പോലീസ് അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിനകത്ത് KSRTC ഡ്രൈവറെ ഒഴിവാക്കി ഗൗരി ശങ്കർ എന്ന മെഡിക്കൽ വിദ്യാർത്ഥിയായ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറെ 1ാം പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണ് പോലീസ്. അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.